ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇത് ഞാൻ എണീച്ചൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി, പല്ലേപ്പിലൊക്കെ കഴിഞ്ഞു. ഇനി ഷുട്ടു എണീച്ചിട്ടില്ല, കുട്ടപ്പനും എണീച്ചിട്ടില്ല. ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴയും വലിയ ഇടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൾ പേടിച്ച് എണീച്ച് കരഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് ലേറ്റായി പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ എണീച്ചിട്ടില്ല ആള്. അപ്പോഴേക്ക് ഞാൻ എൻ്റെ പരിപാടികൾ ചായയെല്ലാം കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസമായി സ്കിൻ കെയറും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല. വേറൊന്നും കൊണ്ടല്ല, മടി. ചെയ്യാൻ വിചാരിക്കും, പിന്നെ മടി പിടിക്കും. അപ്പം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തിയാണ്. ചപ്പാത്തി മുട്ടക്കറി ആയിരിക്കും മേ ബി. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ലിപ്പം കൂടിയിട്ടേക്ക്. കഴിഞ്ഞു സ്കിൻ കെയർ. നമുക്ക് രാവിലെ തന്നെ ചപ്പാത്തിയും നല്ല സൂപ്പർ മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എണീക്കുന്നതിനനുസരിച്ച് ആക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ചപ്പാത്തി പരത്തി വെച്ചിട്ട് ചൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ ചപ്പാത്തി ആക്കുമ്പോഴേക്കും എനിക്ക് ചായ വെക്കാമെന്ന് വിചാരിച്ചു. ഷുട്ടും കുട്ടപ്പനും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാളും നല്ല ഉറക്കമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ ഗുളികയൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചായ വെച്ച് ഷുട്ടു എണീക്കുന്നതിലിടക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് ചായ വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാണ്. അങ്ങനെ ഇതാ എൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ ചായപ്പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ RCMൻ്റെ ചായപ്പൊടിയാണ് ഉണ്ടാവൽ. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെന്താ കറി വെക്കുവോ? മീൻ കിട്ടിയിട്ടില്ലല്ലോ. ആടെ കണ്ടിന് കുറേ മീന്. നമുക്ക് ഇന്നും മീൻ കിട്ടിയില്ല ഗൈസ്. മഴ ആയതുകൊണ്ടാന്നൊന്നും അറിയില്ല, ആരും വന്നിട്ടില്ല. നമുക്ക് വലിയ പ്രശ്നമില്ല, പക്ഷെ എൻ്റെ മോള് മീനില്ലാണ്ട് ചോറ് കഴിക്കൂല, അതാണ് പ്രശ്നം. നോക്കാം കിട്ടുമോ. അതിനിതാ ഞാൻ ചപ്പാത്തിയും ചായയും എടുത്തിരിക്കുമ്പോഴേക്ക് തന്നെ ഷുട്ടൂപ്പി എണീച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പം ഞാൻ അവളെ അമ്മേൻ്റെ അടുത്താക്കി. ഇനിയിപ്പോൾ പെട്ടെന്ന് എന്തായാലും ചായ കുടിക്കട്ടെ, എന്നിട്ട് അവളൊന്ന് ഫ്രഷ് ആക്കി എടുക്കണം. അപ്പം എന്താ ചായ കുടിക്കട്ടെ. പല്ലിയൊക്കെ ഉണ്ടേ? എണീച്ചു ഗായ്സ്. രാവിലെ തന്നെ എണീച്ച പാടെ തന്നെ ഏച്ചിമാരുടെ അടുത്ത് കളിക്കാൻ പോകാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പം നമ്മൾ പല്ല് തേച്ചില്ല, നമ്മൾ ബ്രഷ് ചെയ്യട്ടെ അല്ലേ? ബ്രഷ് ചെയ്യണ്ടേ? മണക്കില്ലെങ്കിലേ ബ്രഷ് ചെയ്തില്ലെങ്കിൽ വായി മണക്കൂലേ? പാപ്പിയെല്ലാം കുച്ചിയല്ലേ രാത്രി? നമ്മൾ ബ്രഷ് ചെയ്തിട്ട് ആവശ്യം. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആകട്ടെ, മേലൊക്കെ ഒന്ന് കഴിക്കണം, എന്നിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഷുട്ടൂപ്പി എണീച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഇതാ ഫ്രഷാക്കി ഇരുത്തിയിട്ടുണ്ട്. ബ്രഷ് ചെയ്യിപ്പിക്കലാണ് കുറച്ച് പണിയുള്ള പരിപാടി. രാവിലെ എണീച്ച പാട് അവളുടെ മൂഡൊക്കെ അനുസരിച്ച് ഒന്ന് ചെയ്തെടുക്കാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ നമ്മൾ ചപ്പാത്തി കഴിക്കാനിരുന്നു. ആൾ രാവിലെ തന്നെ നല്ല കളിക്കാൻ പോകേണ്ട ഒരു മൂഡിലാണ്. ഏച്ചിമാരുടെ അടുത്ത് പോകണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും പറഞ്ഞാണ് ഭക്ഷണം കഴിക്കുന്നത് തന്നെ. അപ്പോൾ ഇതാ ഷുട്ടൂപ്പി ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കുരുത്തക്കേടൊക്കെ കഴിഞ്ഞ് ഏച്ചിമാരുടെ അടുത്തേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട്. അപ്പം അപ്പോഴേക്കും എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്നും കുറേ ആയി ഒന്നും ചെയ്യാത്ത, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഫേഷ്യൽ ഹെയർ ഇതാ കുറേ വന്നിട്ടുണ്ട്, അതൊക്കെ കളയണം. അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അവൾ വരുമ്പോഴേക്കും അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്തെങ്കിലും വെക്കണം. പച്ചക്കറി ആയിരിക്കും മോസ്റ്റ്ലി. പിന്നെ വൈകുന്നേരം നമ്മളെന്തായാലും പോവുമല്ലോ കല്യാണത്തിന്, അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം മെയ്തിനായതുകൊണ്ട് നമുക്ക് മീനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ പരിപ്പിട്ട് വെള്ളരിക്ക കറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ വേഗം കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെക്കേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പം വെള്ളരിക്ക
പരിപ്പിട്ട് വെക്കുന്ന കറിയും പിന്നെ അച്ഛൻ പോയിട്ട് എന്തെങ്കിലും ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓംലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല നാടൻ മുട്ട ഇരിപ്പുണ്ട്. ഇവിടെ അധികം നാടൻ മുട്ട തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അത് വെച്ച് ഓംലെറ്റൊക്കെ ആക്കിയിട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. ഈവനിങ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെഡ്ഡിങ് റിസപ്ഷനും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കനോ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഉച്ചക്ക് എന്താ പറയുക കുറച്ചും കൂടെ വെജായിട്ടുള്ള പരിപാടി പിടിക്കാമെന്ന് വിചാരിച്ചു. അതിനിതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കുവാണ് ഞാൻ. ഷുട്ടൂപ്പി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിടില്ല. ഒന്നുകിൽ അവൾക്ക് എന്തെങ്കിലും പാട്ട് വെച്ച് കൊടുക്കണം എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഇതാക്കിയിട്ട് എൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പിന്നെ ഇവിടെ കളിക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അങ്ങനെ ഞാൻ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് അച്ഛൻ ഉപ്പേരിക്കുള്ള സാധനം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോഴേക്കും ഞാൻ എൻ്റെ ചെറിയ സ്കിൻ പ്രപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാണ്ട് പോകണ്ടെന്ന് ചോദിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സംഭവമാണ്. ഞാൻ വീട്ടിൽ തന്നെയാണ് ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അധികം ആൾക്കാർക്കുള്ളൊരു സംശയമാണ് നമുക്ക് അധികം ഹെയർ വരുമോ എന്നുള്ളത്. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിട്ടേ ഇല്ല. എന്താ പറയുക, നമ്മുടെ മുഖത്തുള്ള അത്ര തന്നെ ഫേഷ്യൽ ഹെയർ അല്ലാണ്ട് അങ്ങനെ ഓവറായിട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പം കമ്പാരിറ്റീവ്ലി നമുക്ക് വരുന്നത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു സ്കിൻ ടൈപ്പിൻ്റെ ഇതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇപ്പം ആദ്യത്തെക്കാളും എത്രയോ കുറവാണ് എനിക്ക് വരുന്നത്. ഞാൻ പിന്നെ ഈ സംഭവം വെച്ചിട്ട് തന്നെ നമ്മൾ ഐബ്രോസും എല്ലാം ഷേപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത്. വേറെ അങ്ങനെ ത്രെഡിങ്ങോ കാര്യമോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ അതും കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ ചുമ്മാ എൻ്റെ എന്താ പറയുക, ഈ ബാഗ് തപ്പിയപ്പോൾ എനിക്ക് പണ്ട് വാങ്ങി വെച്ച ഒരു ഗോൾഡൻ മറ്റേ പീൽ ഓഫ് മാസ്ക് ഇല്ലേ, അതിൻ്റെ ഒരു മാസ്കിൻ്റെ ട്യൂബ് കിട്ടി. ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ സംഭവം കഴിഞ്ഞ ശേഷം ഞാനൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് സാധാരണ. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നല്ല സാധനമാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഇങ്ങനത്തെ കെമിക്കൽ മാസ്ക്സ് അത്ര അധികം എഫക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ സ്മെല്ല് അധികം പിടിക്കില്ല. ഈ മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം അങ്ങനെ പിടിക്കാറില്ല. എന്നാലും വല്ലപ്പോഴും ഉപയോഗിക്കുമ്പം കുഴപ്പമില്ല. ഡോറ ബുജി, ഡോറ ഷുട്ടു ഡോറ. അപ്പം എൻ്റെ ഈ ഒരു കോലം കൊണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്. ഞാനൊന്ന് വെറുതെ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്ത് വെച്ചേക്കുക. ഇനിയിപ്പോൾ ഒന്ന് അയൺ ചെയ്യണം. അയണൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതൊന്ന് സെറ്റാവും. ചുമ്മാ എൻ്റെ ബാഗിൽ ഞാൻ എപ്പോഴോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഇടാമെന്ന് ചോദിച്ചു. എന്തായാലും പിന്നെ നമ്മളെ ഹെയർ റിമൂവലിന് ശേഷം ഞാൻ എന്തെങ്കിലും മാസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ ഇത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് അയൺ ചെയ്യട്ടെ. ഷുട്ടൂപ്പി കളിക്കാനെല്ലാം പോയിട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെ കാണാണ്ട് മെല്ലെ മേലേക്ക് കയറി എൻ്റെ പീൽ ഓഫ് മാസ്ക് ഒന്ന് ഒട്ടിപ്പിടിക്കുന്നത് വരെ ഒന്ന് പെട്ടെന്ന് അയൺ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഷർട്ട് അത്ര കാര്യമായിട്ട് അയൺ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല, ഓൾറെഡി അയൺ ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ നമ്മൾ ബാഗിൽ കൊണ്ടുവന്നത് കാരണം കുറച്ചൊരു ചുളിവുള്ളതൊന്ന് നിർത്തിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്നൊരു ഡ്രസ്സ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഷുട്ടുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു നമുക്ക്, ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ പീൽ ഓഫ് മാസ്ക് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളി സംഭവം കേട്ടോ, ഈ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക്. മറ്റുള്ള സാധനം ഞാൻ അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിൻ്റെ സ്മെല്ല് അത്ര പിടിക്കില്ല. നമ്മൾ മൊത്തമായിട്ട് അപ്ലൈ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ അത്ര റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല. അങ്ങനെ എൻ്റെ മാസ്ക് ഇടലും പരിപാടിയും പ്രപ്സും എല്ലാം കഴിഞ്ഞു. എൻ്റെ അയൺ ചെയ്തിട്ടും കഴിഞ്ഞു. അപ്പോഴേക്ക് ഇതാ ഷുട്ടൂപ്പി എത്തിയിട്ടുണ്ട്. എല്ലാം വലിച്ചു വാരി ഇടുന്നുണ്ട്. എന്താ ചെയ്യുന്നത് അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കിച്ചണിൽ പോയി നോക്കട്ടെ, അമ്മ എന്താ ചെയ്യുന്നത് നോക്കട്ടെ. കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നുകൊണ്ട് ഞാൻ പിന്നെ ഷുട്ടൂപ്പിക്ക് പാല് കൊടുക്കാം വേഗം എന്ന് വിചാരിച്ച് അങ്ങനെ പാല് ചൂടാക്കി. പോയി വന്ന് ഫുള്ള് വേർത്തൊഴിച്ച് ചൂടെടുത്തിട്ടല്ലേ നമ്മൾ. അയ്യോ, ചൂടെടുക്കട്ടെ, ഊരിയിട്ട് ചൂടെടുക്കട്ടെ. അങ്ങനെ ഷുട്ടപ്പൻ എന്താ പറയുക, പാലൊക്കെ കുടിച്ച് സെറ്റായിരിക്കുമ്പോഴേക്കും ഇത് അച്ചച്ച സാധനം വാങ്ങി വന്നിട്ടുണ്ട്. നമുക്കിന്ന് കൊട്ടപ്പയറാണ് കിട്ടിയത്. കൊട്ടപ്പയർ അല്ലെങ്കിൽ വലിയ പയർ എന്ന് പറയും. അപ്പോൾ അതൊക്കെ കുറച്ച്
കുറച്ചല്ലേ വേണ്ടൂ, നമുക്ക് മാത്രമായിട്ട് ഉച്ചക്കേക്ക് വേണ്ടി മാത്രം ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അതിനുള്ള പരിപാടിയിലേക്ക് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കിച്ചണിൽ ഞാനും അമ്മയും നിൽക്കുന്ന സമയത്ത്, ഞാനും അമ്മയും ഇവിടെ നിന്ന് മാത്രമല്ല നമ്മൾ മുക്കാലിലെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇന്നിങ്ങനെ ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇവിടെ പിന്നെ ഷുട്ടുപ്പി കളിക്കാൻ ആളുള്ളതുകൊണ്ട് എന്നെ അധികം ഡിസ്റ്റർബ് ചെയ്യാൻ വരാറില്ല. ആടെ ഉള്ളതെങ്കിൽ എപ്പോഴും അമ്മ 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 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവൾക്ക് ഞാൻ ചെയ്യാൻ കൊടുത്തതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കുള്ളൂ. മറ്റേ കേക്കിൻ്റെ ഐസ്ക്രീം അതിനിതാ നമ്മളെ ഉപ്പേരി അടുപ്പത്ത് വെച്ചു. നമ്മളെ വെള്ളരിക്കറി തിളക്കുന്നുണ്ട്. വെള്ളരിക്ക പരിപ്പിട്ട് വെച്ച കറിയാണ്. വെള്ളരിക്കും പരിപ്പും കൂടി ഒരു കറി വെച്ചു നമ്മൾ പച്ചക്കറി ആയിട്ട്. പിന്നെ ഇതാ വലിയ പയറ് ഉപ്പേരി ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഓംലേറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല മീൻ കിട്ടിയിട്ടില്ല. പിന്നെ തൈരും ഉണ്ട്. അങ്ങനെ അത്രയൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓംലേറ്റ് ആക്കാൻ വേണ്ടിയിട്ടെല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. തരാനങ്ങാണ്ടിട്ട് ഐസ്ക്രീം എല്ലാം തിന്നുന്ന ആള് കിട്ടുന്നുണ്ടാ സ്പൂണിൽ? ഒലിക്കുന്ന സൈഡ് കൂടി വേർത്തിട്ട് അമ്മ ഇനി നോക്കറാ ഒക്കെ നോക്കുവാ. ഭയങ്കര ബിസിയാ. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരിയും കറിയും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഓംലേറ്റിനുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കഴിക്കാൻ നോക്കുന്ന സമയത്ത് മാത്രമല്ലേ ഉണ്ടാക്കണ്ടൂ, അത് ആ സമയത്ത് മാത്രമേ ഉണ്ടാക്കുള്ളൂ. കാരണം വെച്ചാൽ ഓംലേറ്റ് ആണല്ലോ, തണിഞ്ഞ് വല്ലാണ്ട് ഇതായാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതാ ഷുട്ടൂപ്പ് നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട്. അത് ഇന്നലെ ഏച്ചിമാർ അവൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഐസ്ക്രീമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഇതാ ഈ ആളെ കണ്ടോ, നമ്മളെ താഴത്തെ വീട്ടിലെ പുതിയ അതിഥിയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളധികം കാണാത്ത ഒരു കോമ്പിനേഷൻ ഓഫ് കളറായിരുന്നു, ഒരു ഗ്രേയും വൈറ്റും വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാ ഷുട്ടുപ്പി അതിനെ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്ക് ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. എങ്ങനെ അതിനെ ഒന്ന് കയ്യിലെടുക്കുക എന്നുള്ള ആലോചനയിലാണ് മൂപ്പർ. അങ്ങനെ നമ്മളെ ലഞ്ചിൻ്റെ പരിപാടി എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓംലേറ്റിൻ്റെ പരിപാടി ബാക്കിയുള്ളൂ. അത് പിന്നെ ഇപ്പോഴേ ആക്കി വെച്ചിട്ട് പിന്നെ തണിയണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് എൻ്റെ ഫോൺ കുറച്ച് സമയം ഒന്ന് കുത്തിയിടട്ടെ, ചാർജില്ല. നമുക്ക് എന്തായാലും ഷുട്ടൂന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് കാണാം. അങ്ങനെ ലഞ്ചിൻ്റെ സമയമൊക്കെ ഏകദേശം ആയപ്പോൾ പിന്നെ അമ്മ ഇതാ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചു. നമ്മൾ എല്ലാം ഒന്നിച്ച് ഉണ്ടാക്കിയിട്ട് മീൻസ് ഒന്നിച്ച് കലക്കി വെച്ചിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു 2 or 3 എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനിതാ നമ്മളെ ലഞ്ചിൻ്റെ ടൈമായി, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓംലേറ്റും കൂടെ വെക്കണം. അപ്പം നമ്മളെല്ലാവരും എന്തായാലും ചോറ് തിന്നട്ടെ. ചുട്ടു കൂട്ടില്ല, അച്ചയോട് കൂട്ടില്ല. അപ്പം നമ്മൾ ചോറ് തിന്നാൻ പോന്നാണ്. ഷുട്ടുപ്പി നോക്കിയാ, നീ നോക്കിയാ, നമ്മൾ ചോറ് തിന്നട്ടെ. അമ്മേന്റെ ഫോണിൽ ചാർജ് ഇല്ല അല്ലേ? നമ്മൾ കുത്തി വെക്കാൻ പോവാണ് ഫോണ് അല്ലേ? ചിക്കണേ ആയി. നമ്മൾ ഫോണ് കുത്തി വെച്ച് നമ്മൾ ചോറ് തിന്നിട്ട് വരാം അല്ലേ? ഉറങ്ങാ പോയിട്ട് നമുക്ക്. അയ്യോ വേറെ വരുന്നുണ്ട് വിമാനം. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അച്ചാച്ചൻ പാത്രം കഴുകുമ്പോൾ അത് നോക്കി ഇങ്ങനെ ഇരുന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ കോമിക്കും കളിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവൾ വിമാനം പോകുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കൊണ്ടുപോയി ഉറക്കണം. ഉണ്ടോ? അപ്പം അങ്ങനെ നമ്മൾ ചോറെല്ലാം തിന്ന് കഴിഞ്ഞു. ഭയങ്കര ക്ഷീണിച്ച് തിന്നിട്ടല്ല, എനിക്ക് മര്യാദയ്ക്ക് തിന്നാൻ കഴിഞ്ഞിട്ടില്ല. എന്താ പറയുക, അന്നത്തെ ആ ഒരു ഇത് അങ്ങോട്ട് മാറിയിട്ടില്ല ശരിക്ക്. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ കുറച്ച് കഴിച്ചു. ഇനിയിപ്പം ഞാൻ ഇവിടെ ഒന്ന് ഉറക്കാൻ നോക്കട്ടെ. നല്ല ഉറക്കം വരുന്നുണ്ടാക്ക്.
അപ്പം എന്തായാലും ഞാനും കുറച്ച് സമയം ഒന്ന് കടന്നിട്ട് നമുക്ക് ഈവനിങ് കാണാം കേട്ടോ. ബൈ. അതിനിതാ നമ്മളൊരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റു. പിന്നെ പെട്ടെന്ന് നമ്മൾ ചായയൊക്കെ വെച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം തന്നെ സമയം ഏകദേശം 4:30 കഴിഞ്ഞു. പെട്ടെന്ന് റെഡിയായിട്ട് നമുക്ക് പെട്ടെന്ന് പോകണമല്ലോ. അപ്പം അതിനുള്ള പരിപാടി നോക്കണം. അപ്പോൾ അങ്ങനെ ഉറങ്ങി എണീച്ച് നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു. ഇപ്പം തന്നെ സമയം 4:45, 5 മണി ആവാറായിട്ടുണ്ട്. എല്ലാം ഇനിയിപ്പോൾ ചടപടേന്നാക്കണം. പെട്ടെന്നല്ലേ ടൈം പോവുക. ഞാൻ ഷുട്ടൂനോട് മുട്ടയാക്കി വെച്ചിട്ടുണ്ട്. അവൾ 2 എയറോറൂട്ട് ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ട് ഇനിയിപ്പം മുട്ട കഴിക്കലുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഞാൻ അവളെ കുളിപ്പിക്കാൻ നോക്കുവാണ്. അവളെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അങ്ങനെ ചില്ലറ പരിപാടി ഉണ്ട് ഇനിയിപ്പം. അപ്പോൾ അതുവരെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നു ഞാൻ റെഡിയാവുന്ന ടൈമിൽ എടുക്കാം. ഇനിന്ന് ഞാൻ പെട്ടെന്ന് അവളെ കുളിപ്പിച്ചിട്ടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഇതാ ഷുട്ടൂപ്പി കുളിച്ചു. ഇതാ ഷുട്ടൂപ്പിനെ കുളിപ്പിച്ച് ഞാൻ ഇതാ പാമ്പസ് വിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മേലെ പോയിട്ട് എനിക്ക് വേഗം ഓടിപ്പോയി കുളിക്കണം, റെഡിയാവണം, പണിയുണ്ട്. അപ്പം എന്തായാലും പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട്. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ പെട്ടെന്നൊന്ന് ഇതാ തരൂ പെട്ടെന്നൊന്ന് റെഡിയായിട്ട് വേഗം ചെറുതായിട്ടൊന്ന് ഒരുങ്ങുകയൊക്കെ ചെയ്യട്ടെ. ഞാൻ റെഡിയായിട്ട് വേണം ഷുട്ടൂരിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അവളുടെ കിടക്കയിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ റെഡിയായിട്ട് കാണാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഫുൾ ലുക്ക് എന്തായാലും കാണിക്കാം. ഞാൻ റെഡിയായിട്ട് വേണം ഇനിയിപ്പം ഷുട്ടൂനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അവൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അമ്മയും ഷുട്ടു ബേബിയും റെഡിയായി. ചിരിച്ചു വന്ന് നമുക്ക് ഫോട്ടോ എടുക്കാലോ. അങ്ങനെ ഇതാണ് ഹായ് നമ്മൾ പോകാൻ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കൊന്ന് താഴെ പോകണം. അമ്മമ്മല്ലേ റെഡിയായി നോക്കണം അല്ലേ. ഫുൾ ലുക്ക് നമ്മൾ താഴെ പോയിട്ട് കാണിച്ചു തരാം. അച്ചാച്ച റെഡിയായോ നോക്കണം നമുക്ക്. അപ്പം നമ്മൾ പോയി ചേട്ടേ. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. അകത്ത് എന്താ പറയുക ലൈറ്റ് കുറവായതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഇതാണ് ഷുട്ടൂപ്പിൻ്റെ ഡ്രസ്സ്. ഇതും മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സായിരുന്നു. അവളുടെ ബർത്ത്ഡേ സമയത്ത് കിട്ടിയതാണ്. നമ്മളെ പാർക്കിംഗ് ഇഷ്യൂ. ആ കുയിലായി പോലോ. അങ്ങനെ ഇതാ നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇതാ എത്തി. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രേയ. ഇവളുടെ ചേട്ടൻ്റെ ആയിരുന്നു കല്യാണം. പിന്നെ ഇത് നമ്മളെ ചന്തു, ഡോക്ടർ ചന്ദന. അങ്ങനെ നമ്മൾ 6 ആൾ ഒരു 10-12 വർഷത്തിന് മേലെയായിട്ട് ഒന്നിച്ചുള്ള ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 3 ആൾക്ക് മാത്രമേ എത്താൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 2 ആൾക്കാർ മിസ്സിങ് ആണ്. എന്താ പറയുക പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അവർക്കാർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഒരാളും കൂടി വരാനുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ നേരെ പോയിട്ട് ചോറ് കഴിക്കാം, ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അടുത്ത ആളും കൂടെ വന്ന് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ അതും കൂടെ കൊടുത്തിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചെക്കനും പെണ്ണും കൂടി ഫുഡ് കഴിക്കാൻ പോയ തക്കത്തിന് ഷുട്ടൂപ്പ് ഇതാ സീറ്റ് കരസ്ഥാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ അവൾക്ക് കഴിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പായസമൊക്കെ വാങ്ങിക്കൊടുത്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും കുടിച്ചുകൊണ്ട് ഇങ്ങനെ അവരെ സ്റ്റേജിൽ കയറി ഇങ്ങനെ നടക്കലായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. അപ്പോഴേക്കും ഇത് അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് പിന്നെ അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. പായസം മതി. ഇതില്ലേ ആദു ഈ മറന്നുപോയാ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഗാങ്ങിലെ കുട്ടിപ്പട്ടാളംസ്. ഏട്ടനും അനിയത്തിയും. ഷുട്ടൂന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് തൊട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവന് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അത് വരാൻ കുറച്ച് ലേറ്റായി. അവളെ കാത്തു നിന്ന് പിന്നെ നമ്മൾ അതൊക്കെ കൊടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പം ഇതാ അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ടയർഡായത് നമ്മൾ വീട്ടിലെത്തി. പ്രതീക്ഷയിലും കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് എല്ലാവരും എല്ലാം കണ്ട് വരുമ്പോഴേക്കും നമ്മൾ ലേറ്റായി പോയി അല്ലേ ഷുട്ടാ. ഷുട്ടുപ്പ് ഭയങ്കര കളിയായിരുന്നു. അവിടുന്ന് തിരക്കായിരുന്നു മൂപ്പർക്ക്. അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. നമ്മൾ കുറച്ച് സമയം കളിക്കും പിന്നെ ഉറങ്ങും. പാപ്പി ഇതാ വേർത്ത് ഒലിച്ചിട്ട ഷുട്ടു. ഇതാ ഫുള്ള് വെള്ളമാണ് തലയിൽ. അത് അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷം അത്രയൊക്കെയാണ്. നമ്മളെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം എല്ലാവരും എന്തായാലും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ചച്ച ബൈ ബൈ, ഗുഡ് നൈറ്റ്. ബൈ വരാം. അത് കണ്ണിന് വെക്കാൻ പാടില്ല. തലയിൽ വെച്ചോ, കണ്ണുകുത്തല്ലേ. ബൈ വരാം.